പത്തനംതിട്ടയിൽ നാട്ടുകാർ പിരിവിട്ട് നിർമ്മിച്ച റാന്നി അത്തിക്കയം കൊച്ചുപാലം തകർന്നു. ഇന്നലെ തുറന്നുകൊടുത്ത പാലമാണ് ഇന്ന് തകർന്നത്. വാട്ടർ അതോറിറ്റി വെള്ളം തുറന്നുവിട്ടതോടെയാണ് പാലം തകർന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, ഇന്നലെ തുറന്നുകൊടുത്തത് ഇന്ന് തകർന്നിരിക്കുകയാണ്. എന്താണ് അവസ്ഥ? സംഗീത, അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ പാലം നാട്ടുകാർക്കായിട്ട് തുറന്നു കൊടുത്തത്. ഈ നാട്ടുകാർ തന്നെ പിരിവിട്ട് നിർമ്മിച്ച ഒരു പാലം കൂടിയാണിത്. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺട്രാക്ടർ ഇതിൻ്റെ പണി പൂർത്തിയാക്കാതെ പിൻവാങ്ങിയപ്പോൾ പലതവണ മന്ത്രിക്കും MLAക്കും അടക്കം പരാതി നൽകി. പക്ഷേ അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ, അല്ലെ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കോൺട്രാക്ടറുകാരനെ കൊണ്ട് വീണ്ടും പണി ചെയ്യിപ്പിച്ചത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഒടുക്കം കാത്തിരുന്ന് മടുത്ത നാട്ടുകാർ തന്നെയാണ് പണം പിരിവിട്ട് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പക്ഷേ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ആദ്യ ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു ദുരനുഭവമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. വാട്ടർ അതോറിറ്റി വെള്ളം തുറന്നു വിട്ടതിനാലാണ് ഇത്തരത്തിൽ പാലം തകർന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇത് പാലത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത് നിർമ്മിച്ച പല പൈപ്പുകളുമുണ്ട്. അത് പൂർവ്വസ്ഥിതിയിലല്ല പൈപ്പുകളൊന്നും തന്നെ. വെള്ളം സാധാരണ അങ്ങനെ തുറന്നു വിടാറുമില്ലായിരുന്നു. പക്ഷേ എന്തു കാരണം കൊണ്ടാണ് തുറന്നു വിട്ടതെന്ന് നാട്ടുകാർക്കും വ്യക്തതയില്ല. പക്ഷേ എന്തായാലും ഇറിഗേഷൻ വകുപ്പിൻ്റെ അധികൃതരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടും ഉണ്ടായിരുന്നു അല്പസമയം മുൻപ്. അവർ പറഞ്ഞത് പൂർവ്വസ്ഥിതിയിലാക്കി നൽകാം എന്നടക്കം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ ഇവിടെ ഉണ്ട്. ചേട്ടാ, ഒരുപാട് കാലം കാത്തിരുന്ന് കിട്ടിയ അവസാനം നിങ്ങൾ തന്നെ നിർമ്മിച്ച ഒരു പാലം തകർന്നു. വലിയ ദുഃഖം ഉണ്ടായിരിക്കും. വളരെയധികം ദുഃഖമുണ്ട്. ഞങ്ങൾ വളരെ നിരാശയിലാണ്. ഗവൺമെൻറ് ഏജൻസിയിൽ നിന്നും ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ്. അധികൃതരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. 17 വർഷമായിട്ട് ഈ ലൈൻ ഇട്ടിട്ട് ഇതിലെ ഒരിക്കലും വെള്ളം വിട്ടിട്ടില്ല. ഈ പൈപ്പ് കട്ട് ചെയ്ത് എടുത്തു മാറ്റിക്കഴിഞ്ഞ് അത് എൻഡ് ബ്ലോക്ക് ചെയ്യാതിട്ടിരുന്നു. അത് ഞങ്ങളാരും അറിഞ്ഞില്ല. അങ്ങനെയാണ് ഈ ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ ഞങ്ങൾ ഈ റോഡ് തുറന്നു കൊടുത്തപ്പോൾ ഇന്ന് അവർ ഈ ലൈൻ ചാർജ് ചെയ്ത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നു. സംഗീത, അതായത് നാട്ടുകാരുടെ ആരോപണം അവർ പാലം പണി പൂർത്തിയാക്കി നാട്ടുകാർക്ക് തുറന്നു കൊടുത്തു, യാത്രയ്ക്ക് ഉതകുന്ന രീതിയിൽ തുറന്നു കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ, തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ വെള്ളം തുറന്നു വിടാതിരുന്ന ഒരു ഭാഗത്തുകൂടി വെള്ളം തുറന്നു വിട്ടത് അത് എന്തിനാണെന്ന് മനസ്സിലാകുന്നതിൽ ഒരു പ്രതികാര നടപടി എന്നാണ് നാട്ടുകാരടക്കം ആരോപിക്കുന്നത്. എന്തായാലും ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. വലിയ വാഹനങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും. നമ്മളിവിടെ നിൽക്കുന്ന സമയം തന്നെ ഈ പാലത്തിൻ്റെ പല ഭാഗങ്ങളും താഴേക്ക് ഇടിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചേട്ടാ, എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ പണം കണ്ടെത്തിയൊക്കെ? എങ്ങനെയായിരുന്നു പണം? നാട്ടുകാരുടെ എല്ലാം കളക്ഷൻ ചെയ്യുമായിരുന്നു. നാട്ടുകാർ നമ്മളണ്ട് 130 വീട്ടുകാരുടെ മാത്രം സഹായത്തിൽ മാത്രമാണ് ഈ പാലം ചെയ്തത്. അന്ന് ഈ MLAക്കും മന്ത്രിയൊക്കെ പരാതി കൊടുത്തപ്പോൾ എന്താ പറഞ്ഞവർ? അല്ല, അവരെ കഴിയുന്ന രീതിയിലൊക്കെ കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ബില്ല് പാസ്സായില്ലെന്നല്ലേ പറഞ്ഞേ? ബില്ല് അവർക്ക് കോൺട്രാക്ടർ ബില്ല് കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞ്. അത് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നതെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് നമുക്കത് അറിയില്ല എന്താണ്. എന്തായാലും 2 വർഷത്തോളം കാത്തിരുന്ന് 2 വർഷത്തോളം പണി മുടങ്ങി കിടന്നിരുന്ന ഒരു പാലമായിരുന്നു. ഒടുക്കം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവരുടെ കൂട്ടായ്മയിൽ ആ പാലം പണി പൂർത്തിയാക്കി. പക്ഷേ ആദ്യ ദിവസം തന്നെ അത് തുറന്നു കൊടുത്ത ആദ്യ ദിവസം തന്നെ വാഹനങ്ങളും ഓടി. യാത്രക്കാർ വളരെ സന്തോഷത്തോടു കൂടി ആ പരിപാടിയും നടത്തി. പക്ഷേ തൊട്ടടുത്ത ദിവസം ഒരു വലിയ ദുരനുഭവം അവർക്കുണ്ടായി. നടപടി സ്വീകരിക്കാൻ എന്താണ് കാരണം? ഈ പ്രതികാര നടപടി എന്ന് അവർ സൂചിപ്പിച്ചു. എന്താണ് ഈ പ്രതികാര നടപടിയിലേക്കുള്ള കാരണം? തീർച്ചയായും സംഗീത, നാട്ടുകാർ പറയുന്നത് അത്തരത്തിൽ പ്രതികാര നടപടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ്. കാരണം നാട്ടുകാർ അവരുടെ ചിലവിൽ അവരുടെ കഷ്ടപ്പാടിൽ അവർ പടുത്തുയർത്തിയ ഒരു പാലമെന്ന് തന്നെ പറയണം. കാരണം 2 വർഷത്തോളം പണി മുടങ്ങിക്കിടന്നു. പലതവണ പരാതി നൽകിയിട്ടും നടന്നിരുന്നില്ല. പക്ഷേ ഒടുക്കം അവർ തീരുമാനിച്ച രീതിയിൽ കൂട്ടായ്മയിൽ ആ പാലം പണി പൂർത്തിയാക്കി. പക്ഷേ ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി. ഈ ഇറിഗേഷൻ വകുപ്പ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇറിഗേഷൻ വകുപ്പ് ഒരു പ്രതികാര നടപടി എന്നോണമാണ് ഇത്തരത്തിൽ കാണിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? കേരള വാട്ടർ അതോറിറ്റി പ്രതികാരം വാട്ടർ അതോറിറ്റി ചെയ്യുമെന്ന് നമുക്കൊരു വിശ്വാസമില്ല. കാരണം വെച്ചാൽ അതൊരു ഗവൺമെൻറ് സംവിധാനമാണല്ലോ. ഗവൺമെൻറ് സംവിധാനം അങ്ങനെ ഒരു പ്രതികാരം ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അവരുടെ ഒരു അനാസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം 2 വർഷത്തോളമായിട്ട് ഈ ലൈൻ ഇവിടുന്ന് മുറിച്ച്
ഈ കലുങ്ക് പണിയാൻ വേണ്ടി ഈ ലൈൻ കുറച്ച് ഭാഗം മുറിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള വാൽവ് കൊണ്ട് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഇവർക്കുണ്ടായിരുന്നു. ഇവരൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ ഇതിനകത്തിൽ പറ്റിപ്പോയി എന്ന് പറയുന്നത് ശരിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് സംവിധാനമാണ്. അവർക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് റൂട്ട് മാപ്പും ലൈൻ എങ്ങോട്ട് പോകുന്നതും ലൈനിലെ ഓരോ വാൽവ് ഇരിക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായി അറിയാവുന്നവരാണ്. അവരത് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മിസ്റ്റേക്കാണ്. സംഗീത, ഈ ആരോപണം എന്ന് പറയുന്നതിലുപരി അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും കാലം വെള്ളം തുറന്നു വിട്ടിട്ടില്ല ഇതിലെയുള്ള പൈപ്പിലൂടെ. പക്ഷേ ഇപ്പോൾ അത് കൃത്യമായി പരിശോധനയില്ലാതെ വെള്ളം തുറന്നു വിട്ടു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും ആ വെള്ളം തുറന്നു വിട്ടത് പാലം തകർത്തിരിക്കുന്നു. പാലത്തിന്റെ കോൺക്രീറ്റ് അടക്കമുള്ള മണ്ണടക്കമുള്ള ഭാഗം എന്താണെങ്കിലും അനാസ്ഥ എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഇന്നലെ തുറന്നു കൊടുത്ത പാലത്തിനാണ് ഈ ഗതി ഇന്നുണ്ടായിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി വെള്ളം തുറന്നു വിട്ടതോടുകൂടിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു വെക്കുമ്പോഴും അത് വലിയ രീതിയിലുള്ള അനാസ്ഥയായി മാറുകയാണ്. ശ്രീരാജ് ബാബുവാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.